ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഈ പുഴയും കിടന്ന എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. ഗായത്രി ചോദിക്കുന്നു, കല്യാണം വേണ്ടാന്ന് പറയാൻ നിന്നെ കൊണ്ട് പറ്റാത്തത് കൊണ്ട് ആ പെൺകുട്ടിയോട് പറയാൻ പറഞ്ഞോ നീ? എന്റെ പൊന്നിളയമ്മ അങ്ങനെയൊന്നും ഇല്ലാന്ന് നരൻ പറയുമ്പോൾ ശിവരാജൻ ചോദിക്കുന്നു, എടാ നീ ആ പെണ്ണിനോട് വേറെ എന്തെങ്കിലും? ഇത് കേട്ട ഗായത്രി പറയണ, ശിവേട്ടനൊന്ന് പോയെ. പൊട്ടിക്കരങ്ങിയ മുത്തശ്ശി പറയുന്നു, ഇവനെ കൊണ്ട് ഒരു കാലത്തും എനിക്ക് മനസമാധാനം ഇല്ലല്ലോ എന്റെ ഗുരുവായൂരപ്പ. അങ്ങനെ വളരെ വിഷമത്തോടുകൂടി മാറി നിൽക്കുന്ന മുത്തശ്ശിക്ക് ശ്വാസം മുട്ടൽ തോന്നുകയാണ്. നെഞ്ചിൽ കൈവച്ച് നിൽക്കുന്ന മുത്തശ്ശിയുടെ അരികിലേക്ക് ഓടി വരികയാണ് എല്ലാവരും. മുത്തശ്ശി ചോദിക്കുന്നു, എന്താ അമ്പികെ, ശ്വാസം മുട്ടൽ തോന്നുന്നുണ്ടോ? നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാം. അമ്മ മുത്തശ്ശി പറയണ, വേണ്ട രഘുവേട്ട, എനിക്കൊന്ന് കിടന്നാ മതി. മുത്തശ്ശി ഞാൻ പറയുന്നൊന്ന് കേൾക്കെന്ന് പറഞ്ഞ് നരൻ മുത്തശ്ശിയുടെ കയ്യിലേക്ക് പിടിക്കുമ്പോൾ വിടട അങ്ങോട്ടെന്ന് പറഞ്ഞ് കൈ തട്ടി മാറ്റി പതിയെ അകത്തേക്ക് പോവുകയാണ് മുത്തശ്ശി. മുത്തശ്ശനും പിന്നാലെ പോകുന്നു. നരന്റെ കയ്യിൽ പിടിച്ച് ഗായത്രി പറയുന്നു, എടാ അമ്മയെ വിഷമിപ്പിക്കാതെ ഒന്ന് പോടാ. അങ്ങനെ ഗായത്രിയും അകത്തേക്ക് പോകുമ്പോൾ നരൻ വിഷമത്തോടുകൂടി ആലോചിച്ച് നിൽക്കുകയാണ്. അതിനുശേഷം കാണിക്കുന്നത് ദേഷ്യത്തോടുകൂടി ഹോസ്പിറ്റൽ റൂമിലേക്ക് വന്ന ഗംഗ കാവേരിയെ നോക്കുമ്പോൾ കാവേരി ടെൻഷനോടുകൂടി നിൽക്കുകയാണ്. നിളയും ശാരദയും അവരെ ശ്രദ്ധിക്കുന്നു. വിരൽ ചൂണ്ടി ഗംഗ ചോദിക്കുന്നു, കാവേരി നീ പണം അടയ്ക്കുന്നുണ്ടോ ഇല്ലയോ? പണം അടയ്ക്കില്ല എന്ന് ആരാ ഗംഗച്ചി പറഞ്ഞെന്ന് കാവേരി ചോദിക്കുമ്പോൾ ഗംഗ ചോദിക്കണ, പിന്നെന്താടി അടയ്ക്കാത്തെ? അപ്പൊ കാവേരി പറയുന്നു, അത് ചേച്ചി പണം അക്കൗണ്ടിൽ വരാത്തത് കൊണ്ടല്ലേ. ഗംഗ ചോദിക്കണ, പണം എന്താടി അക്കൗണ്ടിൽ വരാത്തത്? മെസ്സേജ് വന്നില്ലേ? ഇത് കേട്ട് കാവേരി പറയുന്നു, അത് കുറച്ച് വലിയ തുകയല്ലേ ഗംഗച്ചി, ഇവിടുത്തെ മാനേജർ പുഷ്പവാടിയിലെ മാനേജരോടൊക്കെ സംസാരിച്ചിട്ട് വേണം അത്. ഇത് കേട്ട് ഗംഗ പറയണ, കാവേരി ശരിക്കും നീ എന്തോ മറക്കുന്നുണ്ട്. ഞാൻ എന്തു മറക്കാനാണെന്ന് കാവേരി ചോദിക്കുമ്പോൾ ഗംഗ പറയണ, നിന്റെ മുഖവും ശരിയല്ല, വിനീതേട്ടന്റെ മുഖവും ശരിയല്ല, എന്തോ പ്രശ്നമുണ്ട്. ഇത് കേട്ട് കാവേരി പറയണ, ഓപ്പറേഷന് വേണ്ടി ഒരു കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മുഖത്ത് ഇത്രയൊക്കെ പ്രസാദമേ ഉണ്ടാകുകയുള്ളൂ ഗംഗേച്ചി. അങ്ങനെ കാവേരി പുറത്തേക്ക് പോകുമ്പോൾ ഗംഗ ചോദിക്കണ, പണം അടയ്ക്കുന്ന കാര്യം പറയുമ്പോൾ ഇവൾ എന്താ അമ്മ ഇങ്ങനെ? തുടർന്ന് വിഷമത്തോടുകൂടി ആലോചിച്ച് ഹോസ്പിറ്റലിലൂടെ നടന്നു വരുന്ന കാവേരിയുടെ അരികിലേക്ക് വരികയാണ് ഗീത. പുഞ്ചിരിച്ച് കാവേരി ഗീതേച്ചിന്ന് വിളിക്കുമ്പോൾ കയ്യിൽ പിടിച്ച് ഗീത ചോദിക്കുന്നു, നിളമോൾക്ക് എങ്ങനെയുണ്ടടി? ഓപ്പറേഷൻ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണെന്ന് കാവേരി പറയുമ്പോൾ ഗീത പറയണ, വിവരങ്ങളെല്ലാം വിനീത് പറഞ്ഞു. ഞെട്ടി കാവേരി ചോദിക്കുന്നു, എല്ലാം? അപ്പൊ ഗീത പറയണ, നീ പേടിക്കണ്ട, ഞാൻ ആരോടും ഒന്നും പറയില്ല, അമ്മയോട് പോലും. നിന്റെ തീരുമാനം തന്നെയാ ശരി മോളെ. വിനീതിന്റെ കയ്യിൽ നിന്നും പണം നഷ്ടമായെന്നറിഞ്ഞാൽ ഗംഗ അത് പൊറുക്കില്ല. അവർ തമ്മിൽ വഴക്കിട്ട് കുടുംബം തന്നെ തകർന്നു പോകും. അങ്ങനെ ഉണ്ടാകണേന്ന് ഏറ്റവും അധികം പ്രാർത്ഥിച്ചിരുന്നവരാ ഞാനും എന്റെ അമ്മയും. പക്ഷെ അതിന്റെ പേരിൽ ഞങ്ങളിപ്പം ഭഗവാനോട് മാപ്പിരക്കുക. ഗംഗയെ പോലൊരു പെൺകുട്ടിയെ വിനീതിന് കിട്ടാൻ പുണ്യം ചെയ്യണമെന്ന് വൈകിയ മോളെ ഞങ്ങൾക്ക് മനസ്സിലായത്. എല്ലാ വിധത്തിലും ഞാൻ അവളെ ദ്രോഹിച്ചിട്ടുണ്ട്. എന്നിട്ടും എന്റെ അമ്മായിയമ്മയ്ക്ക് വേണ്ടി ഒരു ഓപ്പറേഷന്റെ ആവശ്യം വന്നപ്പോൾ കഴുത്തിൽ കിടന്ന സ്വർണ്ണമാല ഊരിത്തരാൻ അവളെ ഉണ്ടായിരുന്നുള്ളൂ, വിനീതിനോട് പോലും ചോദിക്കാതെ. എന്നിട്ടും ഗംഗയ്ക്കും വിനീതിനും ഒരു ആവശ്യം വന്നപ്പോൾ ദാസേട്ടന്റെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ഇത്തിരി പരുങ്ങല്ല. അമ്മയ്ക്ക് അസുഖം ആയതോടെ സ്വത്തിനെ ചൊല്ലി മക്കളൊക്കെ അടിച്ചു പിരിഞ്ഞു. ഇപ്പോ ഒരു കട മാത്രമേ ഞങ്ങളുടെ കയ്യിലുള്ളൂ, ബാക്കിയൊക്കെ അനിയന്മാരുടെ കയ്യിലാ. ഒപ്പം അമ്മയുടെ ഭാരം കൂടി അവര് ദാസേട്ടന്റെ തോളിലേക്ക് വെച്ചു കൊടുത്തു. ഹോസ്പിറ്റലിൽ തന്നെ നല്ലൊരു തുക ചിലവാകുന്നുണ്ട്. ഇത് കേട്ട് കാവേരി പറയുന്നു, സാരമില്ല ഗീതേച്ചി, ഇവിടുത്തെ കാര്യങ്ങൾ ഓർത്ത് വിഷമിക്കുകയൊന്നും വേണ്ട, അതൊക്കെ എങ്ങനെയെങ്കിലും നടക്കും. ഗീത പറയണ, അങ്ങനെ ഒരു ഒഴിവുകഴിവ് പറഞ്ഞ് രക്ഷപ്പെട്ടു പോകാൻ വേണ്ടിയിട്ടല്ല ഞാൻ ഇവിടം വരെ വന്നത്, ഇത് നിന്നെ ഏൽപ്പിക്കാനാ. അങ്ങനെ ബാഗിൽ നിന്നും പണം എടുത്ത് നീട്ടിക്കൊണ്ട് ഗീത പറയണ, 50,000 ഉണ്ട് ഗീതേച്ചിന്ന് കാവേരി വിഷമത്തോടുകൂടി വിളിക്കുമ്പോൾ കാവേരിയുടെ കയ്യിലേക്ക് ആ പണം വെച്ചു കൊടുത്ത് ഗീത പറയുന്നു, ഗംഗ എനിക്ക് ചെയ്ത ഉപകാരം വെച്ച് നോക്കുമ്പോൾ ഇതൊരു കടം വീട്ടിലായിട്ട് പോലും പറയാൻ പറ്റില്ല. പക്ഷേ എന്റെ കയ്യിൽ ഇത്രേ ഉള്ളു മോളെ. നിങ്ങളുടെ ഒരു ആവശ്യം വെച്ച് 50,000 രൂപ ചെറിയൊരു തുകയാ, എന്നാലും ഉള്ളതാകട്ടെ. ചേച്ചി നിളമോളെ കാണുന്നില്ലേന്ന് കാവേരി ചോദിക്കുമ്പോൾ ഗീത പറയണ, വേണ്ട, ഞാൻ ഇവിടെ വന്നതോ പണം തന്നതോ വിനീത് പോലും അറിയണ്ട. ഈ പണത്തിന്റെ കാര്യം അവൻ ചോദിച്ചാൽ നിന്റെ ഏതെങ്കിലും കൂട്ടുകാരികൾ തന്നതാണെന്ന് പറഞ്ഞാൽ മതി. വിനീത് ഒരു പാവം ആയതുകൊണ്ടേ പണം ഞാൻ തന്ന കാര്യം അറിഞ്ഞാൽ എന്നെങ്കിലും അവന്റെ നാവിന്നത് പുറത്തു പോകും. ദാസേട്ടൻ അത് ക്ഷമിക്കുകയില്ല. ദാസേട്ടന്റെ അമ്മയെ ചികിത്സിക്കാനുള്ള പണം ഗംഗ തന്നതാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പറഞ്ഞാൽ അമ്മയുടെ കയ്യിൽ പണം ഇല്ലെന്നുള്ള ഒരു ചോദ്യം വരും. കയ്യിലുണ്ടായിരുന്ന പണം സഹകരണ ബാങ്കിൽ കൊണ്ടുപോയി തുടച്ചു എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ എനിക്കും അമ്മയ്ക്കും ഒരു സൗകര്യവും തരില്ല. അമ്മായിയമ്മയാണെങ്കിലും ആ സ്വത്തിൽ കണ്ണുവെച്ച മോളെ ദാസേട്ടൻ ഇത്തിരിയെങ്കിലും വില എനിക്ക് തരുന്നത്. ഇത് കേട്ട് കാവേരി ഗീതേച്ചിന്ന് വിളിക്കുമ്പോൾ കണ്ണു നിറഞ്ഞ ഗീത പറയുന്നു, കല്യാണം കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ വീട്ടമ്മമാർക്ക് ആരെയൊക്കെ പേടിക്കുകയും കണക്ക് ബോധിപ്പിക്കുകയും ചെയ്യണം. ഭർത്താവിനെ, അദ്ദേഹത്തിന്റെ അച്ഛനമ്മമാരെ, വീട്ടുകാരെ. ഇനി സ്വന്തമായിട്ടൊരു വരുമാനം ഉണ്ടെങ്കിൽ പറയാനുമില്ല. ഭർത്താവിന്റെ ജോലിയിലോ ബിസിനസ്സിലോ സഹായിക്കുന്നുണ്ടെങ്കിലും അതിനൊന്നിനും ശമ്പളമോ പരിഗണനയോ ഇല്ല. ഞാൻ പോട്ടെ മോളെ, ഷോപ്പിൽ സ്റ്റാഫ് ഒക്കെ കുറവാ. നിളമോളുടെ ഓപ്പറേഷൻ ഭംഗിയായിട്ട് നടക്കാൻ ഞാൻ പ്രാർത്ഥിക്കാം. ശരിയെന്ന് പറഞ്ഞ ഗീത അവിടെ നിന്ന് പോകുമ്പോൾ ആ പണം ബാഗിലേക്ക് വെക്കുകയാണ് കാവേരി.
കാവേരി. അരികിലേക്ക് വന്ന സിസ്റ്റർ പറയുന്നു, അതെ, നിളയുടെ റിലേറ്റീവ്സ് ആരെങ്കിലും ഡോക്ടറെ കാണാൻ പറഞ്ഞു. തുടർന്ന് കാവേരി ഡോക്ടറുടെ അരികിലേക്ക് വരുമ്പോൾ ഡോക്ടർ പറയുകയാണ്, ഓപ്പറേഷന് വേണ്ടി നിങ്ങൾ ഇതുവരെ പണം അടച്ചില്ലെന്ന് പറഞ്ഞു. അത് ഡോക്ടർ, അത് പിന്നെന്ന് കാവേരി പറയുമ്പോൾ ഡോക്ടർ ചോദിക്കണ, എന്താ അടയ്ക്കുന്നില്ലേ? അടയ്ക്കാമെന്ന് കാവേരി പറയുമ്പോൾ ഡോക്ടർ ചോദിക്കുന്നു, ഇതിപ്പോ എത്രാമത്തെ തവണയാ പറയുന്നത്? ഞങ്ങളെയൊക്കെ മണ്ടന്മാരാക്കുകയാണോ? ഓപ്പറേഷന് ഇത്രയും തുക ചിലവ് വരുമെന്ന് അറിഞ്ഞു തന്നെയല്ലേ കുട്ടിയെ ഇവിടെ അഡ്മിറ്റ് ചെയ്തത്? അതേന്ന് കാവേരി പറയുമ്പോൾ ഡോക്ടർ ചോദിക്കുന്നു, പിന്നെന്താ? കണ്ണു തിറങ്ങിയ കാവേരി പറയണ, പണം ബാങ്കിലുണ്ടായിരുന്നു ഡോക്ടർ, അത് പോയി. ഒരു ഓൺലൈൻ തട്ടിപ്പുകാരനാ ഡോക്ടർ. OTP അറിയാതെ പറഞ്ഞുപോയി. അതുകൊണ്ട് ബാങ്കിലുണ്ടായിരുന്ന 50 ലക്ഷവും അവര് കൊണ്ടുപോയി. ഇത് കേട്ട് ഡോക്ടർ പറയുന്നു, ശരി, പണം ഇപ്പൊ അടയ്ക്കാൻ പറ്റും. എത്രയും പെട്ടെന്ന് അടയ്ക്കാൻ ഡോക്ടർ എന്ന് കാവേരി പറയുമ്പോൾ ഡോക്ടർ ചോദിക്കുന്നു, എത്രയും പെട്ടെന്ന് പറഞ്ഞാൽ അതിനൊരു സമയമില്ലേ? ഞാൻ റിപ്പോർട്ട്സ് ഒക്കെ പരിശോധിച്ചു. കുട്ടിയുടെ കണ്ടീഷൻ സ്റ്റേബിൾ അല്ല. എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ നടത്തുന്നതാണ് നല്ലത്. ഇത് കേട്ട് കാവേരി പറയുന്നു, ഡോക്ടർ, ഓപ്പറേഷൻ നടത്തണം ഡോക്ടർ. ഞങ്ങൾ എത്രയും പെട്ടെന്ന് പണം അടച്ചോളാം പ്ലീസ്. ഇത് കേട്ട് ഡോക്ടർ പറയണ, അങ്ങനെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് പണം അടയ്ക്കാമെന്നുള്ള ഒരു വിചാരം ഉണ്ടെങ്കിൽ അതങ്ങ് മാറ്റി വെച്ചോളൂ. ഇതൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലാ. മാനേജ്മെന്റ് പറയുന്നതനുസരിച്ച് എനിക്ക് ജോലി ചെയ്യാൻ പറ്റൂ. ഓപ്പറേഷന് മുമ്പ് ചില ടെസ്റ്റുകൾ കംപ്ലീറ്റ് ചെയ്യണം. അതിന് തന്നെ ഒരു ദിവസം വേണ്ടിവരും. വൈകുന്ന ഓരോ നിമിഷവും നിങ്ങൾ അപകടം ക്ഷണിച്ചു വരുത്തുകയാണ്. ഇത് കേട്ട് കാവേരി പറയണ, ഇല്ല ഡോക്ടർ, ടെസ്റ്റുകളൊക്കെ നടത്തിക്കോളൂ. അതിനുള്ള പണം ഞാൻ അടയ്ക്കാം പ്ലീസ്. ഇത് കേട്ട് ഡോക്ടർ പറയണ, ഓപ്പറേഷനുള്ള പണം അടച്ചാലേ ടെസ്റ്റുകൾ തുടങ്ങാൻ പറ്റും. അതാ ഇവിടുത്തെ പ്രൊസീജിയർ. ഇത് കേട്ട് കാവേരി ഡോക്ടറിനെ വിളിക്കുമ്പോൾ ഡോക്ടർ പറയുന്നു, നോ, നിങ്ങൾക്ക് മുന്നിൽ 2 ഓപ്ഷൻസ് ഉണ്ട്. ഒന്നുകിൽ പണം അടച്ച് ഇവിടെ ഓപ്പറേഷൻ നടത്തുക, അതല്ലെങ്കിൽ കുട്ടിയെ ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുപോകുക. എന്നിട്ട് വീട്ടിൽ തന്നെ താമസിപ്പിക്കുകയോ വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ ഓപ്പറേഷൻ നടത്തുകയോ ചെയ്യാം. ഇത് കേട്ട് കാവേരി ചോദിക്കുന്നു, ഡോക്ടർ, ഇവിടുന്ന് ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുപോയാലോ? അപ്പൊ ഡോക്ടർ പറയാണ്, ഡേഞ്ചറസ് ആണ്. ഒരു ഡോക്ടർ എന്നുള്ള നിലയിൽ എന്റെ അഭിപ്രായം. പക്ഷേ വെറുതെ ഇവിടെ ഇങ്ങനെ കിടത്താൻ ഇത് ഹോട്ടൽ റൂം ഒന്നും അല്ലല്ലോ. പൊട്ടിക്കരങ്ങിയ കാവേരി പറയുന്നു, ഡോക്ടർ പ്ലീസ്. അപ്പൊ ഡോക്ടർ പറയുകയാണ്, പൊയ്ക്കോളൂ. ഒരു കൊച്ചുകുട്ടി ആയതുകൊണ്ടാ ഞാൻ ഇത്രയെങ്കിലും പറഞ്ഞത്. ഇല്ലെങ്കിൽ ഡിസ്ചാർജ് എഴുതി തന്നെ വിടുകയുള്ളൂ. എന്റെ വീട്ടിലുണ്ട് ഈ പ്രായത്തിലുള്ള ഒരു കുട്ടി. പണമല്ലല്ലോ നമുക്ക് പ്രധാനം. ആ കുട്ടിയുടെ ജീവൻ വെച്ച് കളിക്കാൻ നിങ്ങൾക്കൊക്കെ എങ്ങനെ മനസ്സ് വരുന്നു? തീരുമാനം എന്താണെന്ന് ജീനെ അറിയിച്ചാ മതി. ഇത് കേട്ട് കരഞ്ഞോണ്ട് അവിടെ നിന്ന് പോകുന്ന കാവേരി ഓർക്കുകയാണ് ഗംഗയുടെ വാക്കുകൾ. കാവേരി, ശരിക്കും നീ എന്തോ മറക്കുന്നുണ്ട്. നിന്റെ മുഖവും ശരിയല്ല, വിനീതയുടെ മുഖവും ശരിയല്ല. എന്തോ പ്രശ്നമുണ്ട്. ഡോക്ടർ പറഞ്ഞു, ഞാൻ റിപ്പോർട്ട്സ് ഒക്കെ പരിശോധിച്ചു. കുട്ടിയുടെ കണ്ടീഷൻ സ്റ്റേബിൾ അല്ല. എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ നടത്തുന്നതാണ് നല്ലത്. വൈകുന്ന ഓരോ നിമിഷവും നിങ്ങൾ അപകടം ക്ഷണിച്ചു വരുത്തുകയാണ്. പിന്നീട് കാണിക്കുന്നത് വിഷമത്തോടു കൂടിയിരിക്കുന്ന മുത്തശ്ശനെയും മുത്തശ്ശിയും സമാധാനിപ്പിക്കാനായി ശ്രമിക്കുകയാണ് ഗായത്രി. വാതിലിന്റെ അരികിലേക്ക് വന്ന നരൻ അവരെ ശ്രദ്ധിക്കുന്നു. ഗായത്രി പറയുന്നു, അവനെ മനസ്സിലാക്കണം അമ്മേ. അവന് പ്രായം ഇത്രയൊക്കെ ആയില്ലേ? അവനെ കൊണ്ട് നിർബന്ധിച്ച് കല്യാണം കഴിപ്പിക്കാൻ പറ്റുമോ? അവരുടെ അരികിലേക്ക് വന്നിരുന്ന നരൻ ചോദിക്കുന്നു, മുത്തശ്ശിക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? ഡോക്ടർ വിളിച്ചപ്പോൾ എന്താ പറഞ്ഞത്? അപ്പൊ ഗായത്രി പറയുന്നു, സ്ട്രെസ് അധികം പാടില്ല എന്നാ പറഞ്ഞ്. ഇത് കേട്ട് മുത്തശ്ശൻ പറയട, അതിനു മാത്രം ഇവിടെ കുറവൊന്നുമില്ലല്ലോ. ചെറുക്കനെ കാണാൻ പെൺകൂട്ടർ ഇങ്ങോട്ട് വരുന്നു എന്നുള്ളൊരു ചടങ്ങ് കേട്ടുകേഴ്വിയുണ്ടോ? എന്നിട്ടും മര്യാദക്കാരായതുകൊണ്ട് അവരിങ്ങോട്ട് വന്നു, അതും പെണ്ണിനെ കൂട്ടി. എന്നിട്ട് നമ്മൾ അങ്ങോട്ട് കാണിച്ചത് മര്യാദയാണോ? ആ പെൺകുട്ടി കരഞ്ഞോണ്ടാ ഇവിടെ ഇറങ്ങിപ്പോയത്. ആരെങ്കിലും കേട്ടാൽ എന്താ പറയുക? ആ പെൺകുട്ടിയോട് എന്താ ചോദിച്ചെന്നും പറഞ്ഞെന്നും ഒക്കെ ആർക്കറിയാം? നാണം കെട്ടിട്ട് ഇനി അവരുടെ മുഖത്ത് നോക്കാൻ പറ്റുമോ? പേരക്കുട്ടിയുടെ കാര്യം ഓർത്ത് നീറി ചാകാനായിരിക്കും ഇവളുടെ യോഗം. ഇത് കേട്ട് നരൻ ചോദിക്കുന്നു, എന്താ മുത്തശ്ശ ഇത്? അങ്ങനെ വിഷമത്തോടുകൂടി മുത്തശ്ശനെയും മുത്തശ്ശിയും ഒന്ന് നോക്കിയിട്ട് നരൻ അവിടെ വന്ന് പോകുമ്പോൾ ഗായത്രി ചോദിക്കുന്നു, എന്തിനാച്ചാ അങ്ങനെയൊക്കെ പറഞ്ഞത്? അപ്പൊ മുത്തശ്ശൻ ചോദിക്കാണ്, ഞാൻ പിന്നെ വേറെ എന്താ ഗായത്രി പറയേണ്ടത്? തുടർന്ന് നരൻ ടെൻഷനോടുകൂടി ആലോചിച്ച് ഹോളിലിരിക്കുമ്പോൾ അരികിലിരിക്കുന്ന ശിവരാജൻ നരനെ ശ്രദ്ധിക്കുന്നുണ്ട്. അരികിലേക്ക് ഇരുന്ന് ശിവരാജൻ ചോദിക്കുന്നു, എടാ മക്കളെ, എന്നോട് നീ പറ, ആ പെൺകുട്ടിയോട് നീ എന്താടാ ചെയ്തേ? ഞാനൊന്നും ചെയ്തില്ല എന്ന് നരൻ പറയുമ്പോൾ ശിവരാജൻ ചോദിക്കാണ്, എന്നിട്ടാണോ ആ പെണ്ണ് കരഞ്ഞോണ്ട് ഓടിയത്? അതൊന്നും എനിക്കറിയില്ല എന്ന് നരൻ പറയുമ്പോൾ ശിവരാജൻ ചോദിക്കാണ്, അല്ല, നിങ്ങൾ രണ്ടുപേരും മാത്രമല്ലേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ? കുറെ സമയം കഴിഞ്ഞ് പെൺകുട്ടി കരഞ്ഞോണ്ട് ഓടി വരിക എന്ന് പറഞ്ഞാൽ, അതെ മക്കളെ, ഈ ചെറിയച്ചൻ പറയുന്നതൊന്ന് കേൾക്ക്. മക്കൾക്ക് എന്തായാലും കല്യാണത്തിന് താല്പര്യമില്ലല്ലോ. പക്ഷേ ഇവരതങ്ങോട്ട് സമ്മതിച്ചു തരാനും പോകുന്നില്ല. ഒരു കാര്യം ചെയ്, ഇവരുടെ അടുത്ത് മക്കള് കല്യാണത്തിന് സമ്മതിക്കും. എന്നിട്ട് ബിസിനസ് ആവശ്യത്തിനാണെന്ന് പറഞ്ഞ മക്കള് നാട് വിട്ടു പോയിക്കോ. മക്കളുടെ മുത്തശ്ശിയെയും ഞാൻ നോക്കിക്കോളാം. ഇത് കേട്ടുകൊണ്ട് അവിടേക്ക് വന്ന ഗായത്രി ചോദിക്കുന്നു, അപ്പൊ ബിസിനസ്സോ? ഒന്ന് ബദ്രി ശിവരാജൻ പറയുന്നു, ബിസിനസ് ഞാൻ നോക്കൂടി. അപ്പൊ ഗായത്രി പറയണ, നിങ്ങള് നന്നായിരിക്കും. ഇത് കേട്ട് ശിവരാജൻ പറയണ, അല്ലെങ്കിൽ നമ്മുടെ മോനോട് വരാൻ പറയടി. അവനെ എന്തിനാ പിന്നെ MBA പഠിക്കാൻ വിട്ടത്? ഇത് കേട്ട് ഗായത്രി ചോദിക്കണ, അവനെങ്ങനെയാ ബിസിനസ് നടത്തുന്നത്? അത് നരേന്റെ ബിസിനസ് അല്ലേ? അപ്പൊ ശിവരാജൻ പറയണ, നരേന്റെ ബിസിനസ് എന്ന് പറഞ്ഞാൽ നമ്മുടേതും കൂടിയല്ലേ? ഇത് കേട്ട് നരൻ പറയുന്നു, ഇളയച്ച, ഞാൻ എങ്ങോട്ടും പോകുന്നില്ല. ഇത് കേട്ട് ശിവരാജൻ പറയണ, അപ്പൊ ഡെയിലി ഈ കല്യാണ നാടകം തന്നെ, എന്തെങ്കിലും ആവട്ടെ എന്ന് പറഞ്ഞ് ശിവരാജൻ അവിടെ നിന്ന് പോകുമ്പോൾ നരൻ ചോദിക്കാണ്, ഇളയമ്മേ, മുത്തശ്ശിക്ക് ഇങ്ങനെ നെഞ്ചുവേദനയും ശ്വാസം മുട്ടലും ഒക്കെ വന്നാൽ നമ്മൾ എന്താ ചെയ്യുക? അപ്പൊ ഗായത്രി പറയണ, അതിന്റെയൊക്കെ കാരണവും പരിഹാരവും നിനക്കറിയില്ലേ? പിന്നെയും എന്തിനാ ഇങ്ങനെ ചോദിക്കുന്നേ? എടാ, നമ്മുടെ സോമേട്ടൻ
സോമേട്ടന്റെ മകള് സുചിത്രയില്ലേ, നല്ല പെൺകുട്ടിയാ, നമുക്കൊന്ന് ആലോചിച്ചാലോ? അതൊന്നും ശരിയാകില്ലാന്ന് നരൻ പറയുമ്പോ ഗായത്രി ചോദിക്കാണ്, എന്താണ് ശരിയാകാത്തെ? ദേ, കല്യാണം കഴിക്കാമെന്ന് നീ വാക്ക് കൊടുത്തതാ മുത്തശ്ശിക്ക്, എന്നിട്ടിപ്പം മാറ്റി പറയുന്നു. നീ പഴയതൊന്നും മറന്നിട്ടില്ല അല്ലേ? ഞാൻ മറന്നു കളയുമെന്ന് നരൻ പറയുമ്പോൾ ഗായത്രി പറയണ, ഇല്ലടാ, മറന്നെങ്കിൽ നിനക്കെന്താ കല്യാണം കഴിക്കാൻ പ്രശ്നം? ഇത് കേട്ട് നരൻ പറയുകയാണ്, ഞാൻ ആ സംഭവം മറന്നു, പക്ഷെ അതിൽ നിന്നും പഠിച്ച പാഠം മറക്കാൻ പറ്റില്ല. ഇത് കേട്ട് ഗായത്രി പറയണ, എടാ, എല്ലായ്പ്പോഴും ഒരുപോലെ ആകണമെന്നില്ലല്ലോ. അപ്പൊ നരൻ പറയുന്നു, ഇളയമ്മേ, പെണ്ണുങ്ങളും ഞാനുമായിട്ടുള്ള ഇടപാടുകളൊന്നും ശരിയാകില്ല. ജീവിതകാലം മുഴുവൻ ഒരു പെൺകുട്ടിയോടൊപ്പം താമസിക്കണമെന്നൊക്കെ പറഞ്ഞാൽ ഞാൻ. ഇത് കേട്ട് ഗായത്രി പറയണ, എടാ, പുലിയെയും കടുവയും ഒക്കെ ഒപ്പം താമസിപ്പിക്കുന്നത് പോലെയാണല്ലോ നീ പറയുന്നത്. ഇത് കേട്ട് നരൻ പറയുന്നു, പുലിയും കടുവയൊക്കെ ഭേദമാണെന്നാ എന്റെ അനുഭവം. അപ്പൊ ഗായത്രി പറയുന്നു, എടാ, നീ ഒരു കല്യാണം കഴിക്ക്, അപ്പൊ നിന്റെ ഈ അഭിപ്രായമൊക്കെ മാറും. അതെ, സോമേട്ടന്റെ മകളുടെ കാര്യം നോക്കാം നമുക്ക്. പെണ്ണ് കാണാൻ ഞങ്ങളുടെ കൂടെ വന്നാൽ മാത്രം മതി, നീ അത് നടക്കും. നിന്റെ സംസാരമൊക്കെ കല്യാണം കഴിഞ്ഞിട്ട്. ഇത് കേട്ട് നരൻ പറയുകയാണ്, ഇളയമെന്ന് മിണ്ടാൻ നിൽക്കൂ, തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചിട്ട് ഇവിടെ വന്നിരിക്കുന്നത്, ഇവിടെയും സമാധാനം തരില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഗായത്രി പറയണ, എടാ, നിന്റെ കാര്യം ഓർത്തുള്ള ടെൻഷനിലെ അവർക്ക് എന്തെങ്കിലും പറ്റിയാലേ നിനക്ക് നിന്റെ മുത്തശ്ശിയെ നഷ്ടമാകും. പക്ഷേ എനിക്ക് പോകുന്നത് എന്റെ അമ്മയാ. പെറ്റമ്മയുടെ സ്നേഹം കൂടി തന്ന് നിന്നെ വളർത്തിയത് ആ സ്ത്രീയാണെന്ന് ഓർത്തോ നീ. അവരോട് നീ ഇത് തന്നെ ചെയ്യണം. അങ്ങനെ ഗായത്രി അവിടെ നിന്ന് പോകുമ്പോൾ ദേഷ്യത്തോടു കൂടി ബാൽക്കണിയിലേക്ക് വന്ന് നിൽക്കുകയാണ് നരൻ. ഈ സമയം ഔട്ട് ഹൗസിന്റെ മുന്നിലിരുന്ന് പാട്ട് കേട്ട് തയ്ക്കുകയാണ് വിനീത്. നരൻ വളരെ ദേഷ്യത്തോടു കൂടി വിനീതിനെ നോക്കുന്നു. ആ തയ്യൽ മെഷീന്റെ ശബ്ദം കേട്ട് സഹിക്കാനാകാതെ ചെവി ബുദ്ധി പിടിക്കുകയാണ് നരൻ. തുടർന്ന് വളരെ ദേഷ്യത്തോടു കൂടി ഔട്ട് ഹൗസിലേക്ക് പോവുകയാണ് നരൻ. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചു. ഇനി അടുത്ത എപ്പിസോഡ് പ്രൊമോ റിവ്യൂ. ഔട്ട് ഹൗസിന്റെ ഗേറ്റിന്റെ അരികിലേക്ക് വന്ന നരൻ ഉറക്കെ എടാന്ന് വിളിക്കുകയാണ്. ഇത് കേട്ട് ഞെട്ടി തിരിഞ്ഞു നോക്കുകയാണ് വിനീത്. നീ എന്തിനാണ് ഇവിടെ ഇരുന്ന് ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ച് നരൻ കലിതുള്ളി അവിടെ ഇരിക്കുന്ന റേഡിയോയും വിനീത് തയ്ച്ചു വെച്ചിരിക്കുന്ന ഡ്രസ്സുകളും മറ്റു സാധനങ്ങളും ഒക്കെ എടുത്ത് വലിച്ചെറിയുകയാണ്. ഇത് കണ്ട് അയ്യോ അങ്ങനെ ചെയ്യല്ലേ എന്ന് പറഞ്ഞ് നരനെ തടയാൻ ശ്രമിക്കുകയാണ് വിനീത്. വളരെ ദേഷ്യത്തോടു കൂടി വിനീതിനെ ഒന്ന് നോക്കിയിട്ട് ആ തയ്യൽ മെഷീൻ ചവിട്ടി താഴെ ഇടുകയാണ് നരൻ. ശേഷം വിനീതിന് താക്കീത് കൊടുക്കുകയാണ്, ഇനി ഈ വീട്ടിലിരുന്ന് തയ്ക്കരുതെന്നും ഈ തയ്യൽ മെഷീന്റെയും റേഡിയോയുടെയും ശബ്ദം ഞാൻ കേൾക്കാൻ പാടില്ല. എത്രയും പെട്ടെന്ന് നിങ്ങൾ ഈ വീട് ഒഴിഞ്ഞു പോകണമെന്നും നരൻ പറയുന്നു. അയ്യോ അങ്ങനെ പറയല്ലേന്ന് വിനീത് പറയുമ്പോൾ നാളെ തന്നെ നിങ്ങൾ ഈ വീട് ഒഴിഞ്ഞു പോയേ പറ്റൂന്ന് പറയുകയാണ് നരൻ. ഇത് കേട്ടുകൊണ്ട് അവിടേക്ക് വന്ന കാവേരി ടെൻഷനോടുകൂടി നരനെയും വിനീതിനെയും നോക്കുമ്പോൾ ദേഷ്യത്തോടുകൂടി ഗേറ്റ് കടന്നു പോകുന്ന നരൻ കാവേരിയുടെ കയ്യിലേക്ക് ഇടിക്കുകയും കാവേരിയെ ശ്രദ്ധിക്കാതെ മുന്നോട്ട് നടന്നു പോവുകയുമാണ്. കാവേരിയും വിനീതും ടെൻഷനോടുകൂടി നരൻ പോകുന്നത് നോക്കി നിൽക്കുന്നു. തുടർന്ന് വീട് ഒഴിഞ്ഞു പോകണമെന്ന് നരൻ പറഞ്ഞ കാര്യവും എല്ലാത്തിനും കാരണക്കാരൻ ഞാനാണെന്ന് പറഞ്ഞ് വിഷമിക്കുകയുമാണ് വിനീത്. വിനീതിനെ ആശ്വസിപ്പിച്ച് നരനുമായി സംസാരിക്കാനായി പോവുകയാണ് കാവേരി. ഈ സീരിയലിന്റെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്